ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായതിനു ശേഷം മഹദി അവറുകളെ ജനാസ കുളിപ്പിച്ച് മഹദിയുടെ മയ്യത്തിനെ നല്ലതുപോലെ ശ്രദ്ധിക്കണം കേട്ടോ. ചരിത്രം നല്ലതുപോലെ ശ്രദ്ധിക്കണേ. അത് എഴുതി വെക്കും വേണം ഇൻഷാ അല്ലാഹ്. ഇപ്പൊ ചരിത്രത്തിലേക്ക് ശ്രദ്ധിക്കും. മഹദി അവറുകളെ മയ്യത്ത് കുളിപ്പിച്ച് കഫം ചെയ്ത് മയ്യത്തും കട്ടിലിൽ കൊണ്ടുപോവാണ്. അപ്പൊ ആദ്യമായി മുഴുവനായിട്ടും മയ്യത്ത് കട്ടിൽ മുഴുവനായിട്ട് പൊതിഞ്ഞു കൊണ്ടുപോയത് ഫാത്തിമ ബീവിയുടെ ജനാസയാണ്. ആദ്യമായിട്ട് അന്ന് മുതലാണ് അങ്ങനത്തെ മയ്യത്തും കട്ടില് രൂപത്തിൽ വന്നത്. അതൊരു പോയിന്റ് ആണ്, എഴുതി വെച്ചോളി. ആദ്യമായിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മയ്യത്തിനെ, ആ ബഹുമാനപ്പെട്ട മയ്യത്തിനെ അന്യ പുരുഷന്മാരോ പുറത്തുള്ള ആളുകളോ മയ്യത്തിന്റെ നീളവും മയ്യത്തിന്റെ വെടിപ്പും മയ്യത്തിന്റെ തടിയും ഒന്ന് കാണരുത് എന്ന് കരുതിയിട്ട് മയ്യത്തും കട്ടിൽ പരിപൂർണമായി മുഴുവനായിട്ട്, ഇപ്പൊ കണ്ടില്ല നിങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ പള്ളിയിലൊക്കെ പോയാൽ കാണാലോ മയ്യത്തും കട്ടിൽ കാണാലോ. നമ്മുടെ പള്ളിയിൽ ഉമ്മമാരെ കണ്ടിട്ടുണ്ടല്ലോ, ചെറുപ്പക്കാർ നിങ്ങൾ കണ്ടിട്ടില്ലേ മയ്യത്തും കട്ടിൽ കണ്ടിട്ടില്ലേ? അപ്പോ ആ മയ്യത്തും കട്ടില് ഇങ്ങനെ എന്റെ ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. മയ്യത്തും കട്ടില് മുഴുവനായിട്ടും മറച്ചത് അത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ആ ഒരു കാലഘട്ടത്താണ്. ജനാസയെ കൊണ്ടുപോയപ്പോഴാണ്. മരിച്ചതിന് ശേഷം എന്നെ ഒരാളും കാണരുത്. പിന്നെ ഫാത്തിമ ബീവി പറഞ്ഞത് എന്താ? എന്റെ രാത്രിയെ മറവ് ചെയ്യാൻ പാടുള്ളൂ. കാരണം എന്താ? ആരും കാണൂല. നോക്കിങ്ങള്, ആരും കാണൂല. അതുകൊണ്ട് രാത്രി എന്നെ മറവ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ പാതിരാ സമയമായി. മഹാനായ അബൂദർ ഗഫാർ റളിയല്ലാഹു അൻഹു എല്ലാവരും പിരിഞ്ഞു പോവാൻ പറഞ്ഞ് എല്ലാവരോടും പിരിഞ്ഞു പോയതിന് ശേഷം പ്രിയപ്പെട്ടവരെ ചരിത്രത്തിലേക്ക് വരികയാണ്. രാത്രി സമയത്ത് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ജനാസ അല്ലാഹുവേ കട്ടിലിൽ വെക്കുകയാണ്. ചരിത്രം നല്ലതുപോലെ ശ്രദ്ധിക്കുന്ന വിഷയത്തിലേക്ക് വരികയാണ്. മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ജനാസയെ മയ്യത്തും കട്ടിലിലേക്ക് വെക്കുകയാണ്. അല്ലാഹ് ആ മയ്യത്തും കട്ടിലിൽ വെച്ചിട്ട് ആ മയ്യത്തും കട്ടിലിലെ 4 ഭാഗത്ത് പിടിയുണ്ടല്ലോ. 6 കാലുകളുള്ള കട്ടിലാണ്. 6 കാലുള്ള കട്ടിലെ അല്ലാഹുവേ 6 കാലുള്ള വാഹനം നമ്മുടെ വീടിന്റെ മുമ്പിൽ വന്ന് നിൽക്കും. ആ മയ്യത്തും കട്ടിലിൽ വെച്ചതിന് ശേഷം മയ്യത്തും കട്ടിലിന്റെ വലത് ഭാഗം ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിന്റെ തോളത്ത് വെക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു ആണ് വലത് ഭാഗം പിടിച്ചത്. അബൂദറുൽ ഗഫാർ റളിയല്ലാഹു അൻഹു ഇടത് ഭാഗം പിടിക്കുകയാണ്. ചരിത്രം നല്ലതുപോലെ എന്റെ റമളാൻ നിലാവിന്റെ കുടുംബങ്ങളെ കേൾക്കണേ. ഓരോ എപ്പിസോഡായിട്ട് ഇനി നമുക്കുള്ള സീരിയൽ റമളാൻ നിലാവാണ്. ഇനി നമ്മുടെ സീരിയൽ അറിവിൻ നിലാവാണ്, അഥവാ അറിവ് പഠിക്കലാണ്. ഓരോ എപ്പിസോഡിനെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, സീരിയലിൽ നിന്ന് സിനിമയിൽ നിന്ന് മുക്തരായി അല്ലാഹുവിന്റെ മഹാന്മാരെ മഹദിമാരുടെ ചരിത്രങ്ങൾ ഓരോ എപ്പിസോഡായി നിങ്ങൾ ഇങ്ങനെ പഠിച്ചെടുക്കുക, ഓർത്തെടുക്കുക, എഴുതി വെക്കുക, മറ്റുള്ളവർക്ക് പറഞ്ഞു നൽകുക. അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടവരായി ജീവിക്കുക. അലി റളിയല്ലാഹു അൻഹു മയ്യത്തും കട്ടിലിന്റെ വലത് ഭാഗം പിടിക്കുകയാണ്. മുൻഭാഗത്ത് ഇടത് ഭാഗം അല്ലാഹുവേ അബൂദറുൽ ഗഫാർ റളിയല്ലാഹു അൻഹു പിടിക്കുകയാണ്. പിറകുവശത്ത് മഹാന്മാരായ ഹുസൈൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഉണ്ട്. അങ്ങനെ അതാ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കാണുന്നത്. എന്ന് ഫാത്തിമാനെ കുറിച്ച് പറയാൻ പാടില്ല തങ്ങളെ. അതുകൊണ്ട് എന്റെ ജനാസ നിങ്ങളെ രാത്രി സമയത്ത് നിങ്ങളെ ഖബറടക്കണേ തങ്ങളെ. മദീനയിലെ മനോഹരമായ മസ്ജിദുൻ നബിയുടെ പരിസരത്തുള്ള ജന്നത്തുൽ ബഖിയ, മഹാന്മാര് മഹദിമാര് അന്തിയിറങ്ങുന്ന ജന്നത്തുൽ ബഖിയ, പുന്നാര ഹബീബിന്റെ കാൽപാദം പതിഞ്ഞ മദീനയിലെ മനോഹരമായ മണ്ണ് ജന്നത്തുൽ ബഖിയ, ജന്നത്തുൽ ബഖിയ. ആ ജന്നത്തുൽ ബഖിയയിൽ ചെന്ന് അടക്കം ചെയ്യുകയാണ്. ഖബർ കുഴിച്ച് റെഡിയാക്കിയിട്ടുള്ള പാതിരാവിന്റെ നിലാവെളിച്ചത്തിൽ നിലാവെട്ടത്തിൽ ചെറിയ
ചെറിയ വെളിച്ചത്തിൽ ഫാത്തിമ ബീവിയുടെ പവിത്രമായ ജനാസ ജന്നത്തുൽ ബഖീൽ കൊണ്ടുവെക്കുമ്പോ ഖബറിന്റെ പുറത്ത് നിങ്ങളെ കണ്ടിട്ടില്ലേ ചെറുപ്പക്കാരാ? മയ്യത്ത് നിസ്കാരം കഴിഞ്ഞാല് നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ആ മയ്യത്തും കട്ടിലിൽ വെച്ച് തന്നെ മയ്യത്തിനെ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകും. തനിക്ക് തയ്യാർ ചെയ്ത് വെച്ച ഖബറാകുന്ന വീട് ഇനി പരലോകത്തേക്കുള്ള ആദ്യത്തെ ഭവനമാ. ഈ ദുനിയാവിൽ മണിമാളികൾ താമസിച്ചവനാണെങ്കിലും, മൂലമേന വീട്ടിൽ താമസിച്ചവനാണെങ്കിലും, ഓടിട്ട വീട്ടിൽ താമസിച്ചവനാണെങ്കിലും, ടെറസ് വീട്ടിൽ താമസിച്ചവനാണെങ്കിലും, ബംഗ്ലാവിലും ഫ്ലാറ്റിലും താമസിച്ചവനാണെങ്കിലും, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരാനുള്ള വീട് മണ്ണറയാ. അതിലെല്ലാവരും സമന്മാരാണ്, ആരും വ്യത്യാസമില്ല. പണ്ഡിതനെന്നോ സയ്യിദെന്നോ ആണെന്നോ പെണ്ണെന്നോ ഹജ്ജുമ്മയെന്നോ ഹജ്ജ് ചെയ്ത ബാപ്പയെന്നോ സാധാരണക്കാരനെന്നോ വലിയവനെന്നോ ചെറിയവനെന്നോ ഒരാളും വ്യത്യാസമില്ലാതെ മൂന്ന് കഷ്ടം തുണിക്കകത്ത് പൊതിഞ്ഞ് പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകുന്ന രംഗം നമ്മളെ കണ്ടവരല്ലേ പ്രിയപ്പെട്ടവരെ? ആ പള്ളിപ്പറമ്പിലേക്ക് ഖബറിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരികയാണ്. ഖബറിന്റെ സമീപത്തെത്തുമ്പോ മയ്യത്തും കട്ടില് ഖബറിന്റെ അടുക്കൽ വെച്ചിട്ട് ആളുകൾ വന്നിട്ട് ആ മയ്യത്തിനെ പതിയെ എടുക്കുകയാണ്. മയ്യത്തിനെ പതിയെ എടുത്ത് ഇങ്ങനെ ഖബറിൽ വെക്കുമല്ലോ. അല്ലാഹുവേ, ഇവിടെ ചരിത്രം പറയുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ജനാസ ഖബറിലേക്ക് ഇറക്കി വെക്കുന്നതിന്റെ മുമ്പ് മഹാനായ അബൂദർറുൽ ഗഫാർ റളിയല്ലാഹു അൻഹു ഖബറിനോട് ചെറിയൊരു വാള് പറയുകയാണ്. നോട്ട് ദ പോയിന്റ്. എഴുതിയേക്കണം കേട്ടോ. വാള് കഴിഞ്ഞിട്ട് ഈ ചരിത്രം എഴുതിയേക്കണം. എന്ത്? ഫാത്തിമ ബീവിയുടെ ജനാസ ഖബറിലേക്ക് ഇറക്കി വെക്കാൻ നേരത്തെ അബൂദർറുൽ ഗഫാർ റളിയല്ലാഹു അൻഹു ഖബറിനോടൊരു വാള് പറയുകയാണ്. ഫാത്തിമ, നിങ്ങളെ ജനാസ ഇതാ ഖബറിലേക്ക് ഞങ്ങൾ ഇറക്കാൻ പോവുകയാണ്. യാ ഖബറൂ അത്തദ്രീ മനില്ലതീ ജിനാ ബിഹാ ഇലൈക്. അബൂദർറുൽ ഗഫാർ റളിയല്ലാഹു അൻഹു ഖബറിനോട് പറയുകയാണ്, യാ ഖബറൂ, ഖബറേ, ജന്നത്തുൽ ബഖിയയിൽ ഒരുപാട് മഹാന്മാരെ മഹദിമാരെ അടക്കം ചെയ്ത പള്ളിപ്പറമ്പാണ്. എത്രയോ സ്വഹാബത്തിന്റെയും മഹാന്മാരുടെയും അഹ്ലു ബൈത്തിന്റെയും മുത്തു മുഅ്മിനീങ്ങളുടെയും ഖബറുകൾ അടക്കം ചെയ്ത മഹത്തമായ മണ്ണാണ്. ആ ജന്നത്തുൽ ബഖിയിൽ കിടക്കുന്നവരുടെ ഭാഗ്യം എത്രയാ! മുത്തുനബിയുടെ കാൽസ്പർശം ഏറ്റ ജന്നത്തുൽ ബഖിയുടെ ഖബറടക്കാ ഭാഗ്യം കിട്ടിയ അല്ലാഹുവേ, ഞങ്ങൾക്ക് ജന്നത്തുൽ ബഖിയിൽ കിടക്കാൻ ഭാഗ്യം തരണേ അല്ലാ, ഭാഗ്യം തരണേ അല്ലാ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ജനാസ മയ്യത്തും കട്ടിലിൽ നിന്ന് എടുത്ത് ഖബറിൽ ഇറക്കി വെക്കുന്നതിന് മുമ്പേ അബൂദർറുൽ ഗഫാർ റളിയല്ലാഹു അൻഹു ഖബറിനോട് പറയുകയാ, യാ ഖബർ, ഖബറേ, ഖബറേ, നിന്നോടൊരു കാര്യം പറയാനുണ്ട് ഖബറേ. ഖബറാകുന്ന പച്ചമണ്ണിനോട് മഹാനവറുകൾ പറയുകയാണ്, അത്തദ്രീ മനില്ലതീ ജിനാ ബിഹാ ഇലൈക്. ആരാണ് ഖബറേ? ഈ ഖബറാകുന്ന നിന്നിലേക്ക് നീ പാതിരാവിന്റെ നിലാവെളിച്ചത്തിൽ ഇറക്കി വെക്കാൻ പോകുന്ന മയ്യത്ത്, അത് ആരുടെ മയ്യത്താണെന്ന് നിനക്കറിയാമോ ഖബറേ? അത്തദ്രീ മനില്ലതീ ജിനാ ബിഹാ ഇലൈക. നിന്നിലേക്ക് പച്ചമണ്ണാകുന്ന ഖബറിലേക്ക് ഇനി ഇറക്കി വെക്കാൻ പോകുന്ന മയ്യത്ത്, അത് ആരുടെ മയ്യത്താണെന്ന് നിനക്കറിയാമോ ഖബറേ? ആരാ ചോദിക്കുന്നത്? കൂടെയുള്ള അബൂദർറുൽ ഗഫാർ റളിയല്ലാഹു അൻഹു. ആരോടാ പറയുന്നത്? ഖബറിനോട്. ഖബറിനോട് പറയുകയാണ്, ഖബറാകുന്ന പച്ച മണ്ണിനോട് സംസാരിക്കുകയാണ് മഹാനവറുകൾ. ഖബറേ, അത്തദ്രീ, ഈ മയ്യത്ത് ആരുടെ മയ്യത്താണെന്നറിയോ? ഇത് സാധാരണ ഒരു മയ്യത്തല്ല ഖബറേ, ഇത് സാധാരണ ഒരു മയ്യത്തല്ല ഖബറേ, ഇത് സാധാരണ ഒരു മയ്യത്തല്ല ഖബറേ.
നീ എത്രയോ മയ്യത്തുകളെ കണ്ടതല്ലേ, നീ എത്രയോ മയ്യത്തുകളെ കണ്ടതല്ലേ ഖബറേ. പക്ഷേ ഈ മയ്യത്ത് സാധാരണ ഒരു മയ്യത്തല്ല ഖബറേ. നീ എല്ലാ മയ്യത്തിനെ കാണുന്നത് പോലെ ഈ മയ്യത്തിനെ നീ കാണരുത് ഖബറേ. സാധാരണ പകൽ സമയത്തല്ലേ നിന്നിലേക്ക് മയ്യത്തിനെ ഇറക്കി വെക്കാറുള്ളത്. ഇത് പാതിരാവിന്റെ ദിനാവെളിച്ചത്തിൽ ഇറക്കി വെക്കുന്ന ഈ മയ്യത്താരാ? ഹാദാ ബിന്തു റസൂലില്ലാഹ്, ഹാദാ ബിന്തു റസൂലില്ലാഹ്. മദീനയുടെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പുന്നാരമോളെ ഫാത്തിമാന്റെ മയ്യത്താണ് ഖബറേ. ഇത് ആരാണെന്നറിയോ ഖബറേ? ഇത് ആരാണെന്നറിയോ ഖബറേ? ഇത് ആരാണെന്നറിയോ ഖബറേ? ഇത് മുത്ത് ഹബീബിന്റെ പ്രിയപ്പെട്ട പുന്നമോളെ ഫാത്തിമ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയുടെ പ്രിയപ്പെട്ട പുന്നാര പൊന്നമോളെ ഫാത്തിമ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമ മുത്ത് റസൂലുള്ള തോളത്തിട്ട് വളർത്തിയ ഹസൈൻ ഹുസൈനോരുടെ ഉമ്മയായ ഫാത്തിമ സ്വർഗ്ഗത്തിലെ രാജകുമാരിയാണെന്ന് മുത്തുനബി പറഞ്ഞ ഫാത്തിമ, സ്വർഗ്ഗത്തിൽ സ്ത്രീകളുടെ നേതാവാണെന്ന് മുത്തുനബി പറഞ്ഞ ഫാത്തിമ, നാളെ പരലോകത്തെ ആദ്യമായി ഖബറിൽ നിന്ന് എന്റെ കൂടെ എഴുന്നേറ്റ് വരുന്നത് ഫാത്തിമയാണെന്ന് മുത്തുനബി പറഞ്ഞ മഹദിയായ ബീവി ഫാത്തിമ ജീവിതത്തിൽ ഇന്ന് വരെ അള്ള നൽകിയ കണ്ണുകൊണ്ടൊരു ഹറാമ കാണാത്ത ബീവി പൊന്നുമോളെ ഫാത്തിമ പവിത്രമായ ജന്നത്തുൽ ബഖീയിലെ മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറയുമ്പോ ആ ഖദീജ ബീവി മുത്തുനബിയുടെ മടിയിലേക്ക് തലവെച്ച് കിടന്നുറങ്ങി. തലവെച്ചിട്ട് ലോകത്തോട് വിട പറയാ നേരത്തെ ഖദീജ ബീവിയുടെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകിയപ്പോ പുന്നാര ഹബീബ് ഖദീജ ബീവിയോട് പറഞ്ഞു, എന്തിനാ ഖദീജ നീ കരയുന്നത്? നീ കരയുന്നത് എന്തിനാ? ഖദീജ ബീവി പറഞ്ഞ ഒരേ ഒരു മറുപടി, നബിയേ എന്റെ ഫാത്തിമാക്ക് നീ ആരാണ്? നബിയേ എന്റെ ഫാത്തിമ മോൾക്ക് നീ ആരാണ്? നബിയേ. അവസാനം ഖദീജ ബീവി വഫാത്താകുമ്പോ മക്കയിലെ ജന്നത്തുൽ മുഹല്ല എന്ന പവിത്രമായ പർവ്വതത്തിന്റെ മുകളിൽ ഇരുന്നുകൊണ്ട് മുത്തുനബിയുടെ മടിയിലേക്ക് തലവെച്ച് ഖദീജ ബീവി ലോകത്തോട് വിട പറയുമ്പോ ഒട്ടും പൊട്ടും തിരിയാത്ത പ്രിയപ്പെട്ട പൊന്നമോളെ ഫാത്തിമ ബീവി ഖദീജ ബീവിയുടെ കാലിൽ ഇങ്ങനെ തൂങ്ങിക്കളിക്കുകയാണ്. ഫാത്തിമ ബീവിക്കറിയൂല എന്റെ ഉമ്മ ലോകത്തോട് വിട പറയുകയാണെന്ന് ഫാത്തിമ ബീവിക്കറിയില്ലായിരുന്നു. ആ ഫാത്തിമ ബീവിയുടെ മനോഹരമായ ഇളം കൈ പിടിച്ചുകൊണ്ട് പുന്നാര ഹബീബിന്റെ കയ്യിലേക്ക് ചേർത്ത് വെച്ചിട്ട് പറയാണ്, നബിയേ എന്റെ ഫാത്തിമാനെ നോക്കണം നബിയേ, എന്റെ ഫാത്തിമാനെ നല്ലതുപോലെ നോക്കണേ നബിയേ. കല്യാണ പന്തലിൽ പുതുനാരിയായി ഫാത്തിമ ബീവി ഇറങ്ങുന്ന സമയത്ത് ഫാത്തിമ ബീവിയുടെ കൂടെ ഏത് സമയത്തും ചേർന്നിരുന്ന മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ, അത്രത്തോളം പുന്നാര നബിക്ക് ഇഷ്ടമായിരുന്ന ഫാത്തിമയെ, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണ് ഫാത്തിമ, എന്റെ കരളിന്റെ കഷ്ണമാണ് ഫാത്തിമ, എന്റെ കരളിന്റെ കാതലാണ് ഫാത്തിമ. ആ ഫാത്തിമയാണ് ഖബറ്, ആ ഫാത്തിമയുടെ ജനാസയാണ് ഖബറ്, ആ ഫാത്തിമാന്റെ മയ്യത്താണ് ഖബറ്. ഇത് സാധാരണ ഒരു മയ്യത്തല്ല, ഹാദാ ബിന്തു റസൂലില്ലാഹ്, ഇത് മുത്തുനബിയുടെ പൊന്നുമോളെ ഫാത്തിമാന്റെ ഖബറാണ്, മയ്യത്താണ് ഖബറ്.
വസൗജത്തു അലിൻ മഹാനായ ധീരശൂരനായ മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു മുത്തു റസൂലുള്ളാഹ് സ്വഹാബത്തിന്റെ ഇടയിൽ നിന്ന് അലി തങ്ങളെ തെരഞ്ഞെടുത്തിട്ട് അലിയാർ തങ്ങളെ കയ്യിലേക്കല്ലേ ഫാത്തിമ ബീവിയെ കൊടുത്തത്. ആ അലി റളിയല്ലാഹു അൻഹു ധീരനാണ്. അന്ന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹാ, ഞാൻ അറിവിന്റെ പട്ടണമാണെങ്കിൽ ആ പട്ടണത്തിലേക്കുള്ള കവാടമാണ് എന്റെ അലിയെ. ഞാൻ അറിവിന്റെ ഒരു സാഗരമാണെങ്കിൽ ആ സാഗരത്തേക്കുള്ളൊരു കവാടമാണ് അലിയെ. ഞാൻ അറിവിന്റെ ഒരു മഹാപട്ടണമാണെങ്കിൽ ആ പട്ടണത്തിലേക്കുള്ള കവാടമാണ് അലി എന്ന മുത്തുനബി പഠിപ്പിച്ച ഖൈബറിന്റെ കോട്ട പീഡെടുത്ത മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. ആരിടാ എന്ന് ചോദിക്കുമ്പോ ഞാനിടാ എന്ന് ശത്രുവിന്റെ മുഖത്ത് നോക്കി ചങ്കൂറ്റത്തോടെ വിളിച്ചു പറയുന്ന ധീരനായ അലിയാർ തങ്ങള്. അല്ലാഹുവിന്റെ ഹബീബ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് യാസീൻ സൂറത്തോതി ഒരു പിടി മണ്ണെടുത്ത് ശത്രുക്കളുടെ കണ്ണിലേക്ക് ഇറങ്ങിയപ്പോ ആരാണ് മുത്തുനബി കിടന്ന പുതപ്പില് മുത്തുനബിക്ക് പകരം ഇരിക്കാനുള്ളതെന്ന് ചോദിക്കുമ്പോ ആ ചോദ്യത്തിന് ഒരേ ഒരു മറുപടിയാണ് ഞാനാണ് നബിയെ, ഞാനാണ് നബിയെ, ഞാനാണ് നബിയെ. മുത്തുനബി ഇരുന്ന ആ ഒരു പുതപ്പിന്റെ കത്തിയിരുന്ന മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ വലങ്കയായി അല്ലാഹുവിന്റെ ഹബീബിന്റെ ഇടങ്കയായി അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കൂടെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കൂടെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഒരു നിഴല് പോലെ കൂടെ നിന്ന മഹാൻ ആ അലിയാർ തങ്ങളെ ഭാര്യയാണ് ഖബറേ. ഇത് അലിയാർ തങ്ങളെ ഭാര്യയുടെ ജനാസയാണ് ഖബറേ. ഇത് അലിയാർ തങ്ങളുടെ ഭാര്യയായ ഫാത്തിമാന്റെ മയ്യത്താണ് ഖബറേ. മാത്രമല്ല വീണ്ടും പറയുകയാണ് ആരാ പറയുന്നത്? ഖബറിന്റെ അടുക്കൽ നിന്ന് ഖബറിനോട് പറയാണ്, ഖബറിനോട് പറയാണ് ഖബറേ വേണ്ട കേട്ടോ, കളി വേണ്ട, കളി വേണ്ട ഖബറേ, കളി വേണ്ട. ഇത് ആരാണെന്ന് നീ ശരിക്കും മനസ്സിലാക്കിക്കോ ഖബറേ. മഹാന്മാരായ ഹസൈൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഹസൈൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിന്റെ മനോഹരമായ കവാടത്തിൽ ഞാൻ കണ്ട പേരുകൾ, ആ പേരുകൾ പെട്ടതാണ് മഹാന്മാരായ ഹസൈൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു വന്ന് ലോകത്തിന്റെ നൂറേ നബി മുഹമ്മദ് മുസ്തഫ മുത്തുനബി വല്ലാതെ സ്നേഹിച്ച മക്കളാ, മുത്തുനബി വല്ലാതെ ഇഷ്ടപ്പെട്ട മക്കളാ, മുത്തുനബി തോളത്തിട്ട് വളർത്തിയ മക്കളാ. പിന്നാരെ ഹബീബ് നിസ്കരിക്കുന്ന സമയത്ത് പോലും ഈ രണ്ട് മക്കളെ വന്നിട്ട് മുത്തുനബിയുടെ തോളത്ത് കയറി കളിക്കുമ്പോ നിസ്കാരം കഴിയുന്നത് വരെ, മക്കളെ കളി കഴിയുന്നത് വരെ കാത്തിരുന്ന, നിസ്കാരത്തിൽ കാത്തിരുന്ന പിന്നാരെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ മുത്തുനബി വല്ലാതെ സ്നേഹിച്ച മഹാന്മാരായ ഹസൈൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ. ആ ഹസൈൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയായ ഫാത്തിമ ബീവിയുടെ മയ്യത്താണ് ഖബറേ. ആ മയ്യത്താണ് ഖബറേ. അതുകൊണ്ട് തന്നെ ആ ഒരു പരിഗണന കൊടുക്കണം ഖബറേ. നിനക്കൊരു സ്വഭാവമുണ്ട് ഖബറേ, നിനക്കൊരു സ്വഭാവമുണ്ട് ഖബറേ. ഏതൊരു മയ്യത്തിനെ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോഴും നിനക്കൊരു സ്വഭാവമുണ്ടല്ലോ ഖബറേ. ആ മയ്യത്തിനെ രണ്ട് ചുമലുകൾക്കിടയിൽ, രണ്ട് ഖബറിന്റെ രണ്ട് മതിൽ കെട്ടുകൾക്കിടയിൽ ആ മയ്യത്തിനെ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്യുന്ന സ്വഭാവമുണ്ടല്ലോ ഖബറേ. ആ സ്വഭാവം നീ അങ്ങ് മാറ്റിവെക്കണേ ഖബറേ. നീ നല്ലതുപോലെ സ്വീകരണം കൊടുക്കണം ഖബറേ. പച്ചമണ്ണാകുന്ന നിന്നിലേക്ക് ഫാത്തിമാന്റെ ജനാസ ഇറക്കി വെക്കുമ്പോ ഒരിക്കലും തന്നെ നീ അദാബിലാക്കല്ലേ ഖബറേ. പറഞ്ഞതാരാ? മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു. കാരണം അവർക്കറിയാം ഖബറിനൊരു സ്വഭാവമുണ്ട്.
ഖബറിന് ഒരു അതിഥി വരുമ്പോ ഖബറിന് ഒരു സ്വഭാവമുണ്ട്, എല്ലാവർക്കും ഉണ്ട്, എല്ലാരെയും സ്വീകരിക്കുന്ന ഒരു സ്വീകരണം ഉണ്ട്. ഖബർ എങ്ങനെ ഒരു മയ്യത്തിനെ ഖബറിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കുമ്പോ ആ മയ്യത്തിനെ ഇറക്കി വെച്ച ഉടനെ രണ്ട് ചുമരാണല്ലോ, രണ്ട് ചുമരാണല്ലോ, ആ ചുമര് കൊണ്ട് രണ്ട് ചുമര് കൊണ്ട് ആ മയ്യത്തിനെ അത് പ്രസ് ചെയ്യും. ഖബറിന്റെ ഒന്നാമത്തെ അനുഭവം അതാണ്. ഖബറിൽ കുറെ അനുഭവങ്ങൾ വരാനുണ്ട്, ഇൻഷാല്ലാ പയ്യെ ഞാൻ പറഞ്ഞുതരും ബാക്കിയുള്ള മജ്ലിസിലൊക്കെ. അപ്പൊ അബൂദർ ഗഫാർ തങ്ങൾ പറയാണ്, ആ സ്വഭാവം മാറ്റിക്കണം ഖബറെ. കാരണം ഇത് മുത്തുനബിയുടെ പ്രിയപ്പെട്ട പൊന്നുമോളുടെ, ആ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോളുടെ ഖബറാണ്, മയ്യത്താണ്. ഇത് പറഞ്ഞപ്പോ ഖബർ തിരിച്ചു പറഞ്ഞ മറുപടി എന്താ അറിയോ? ഖബറങ്ങ് വിളിച്ചു പറഞ്ഞു. രാത്രി സമയല്ലേ, രാത്രി സമയത്ത് ഒരു വിളിയാളം, രാത്രി സമയത്ത് ഒരു വിളിയാളങ്ങളെ കേൾക്കുമ്പോ അന്തം മൂടില്ലേ, പേടിയാവില്ല നമുക്ക്. രാത്രി സമയത്ത് ഖബറിന്റെ അടുക്കൽ പോയിക്കണോ? ഖബറിന്റെ അടുക്കൽ പോയിക്കണോ? പോയിട്ടുണ്ടോ? ഞാൻ ഇന്നലെ രാത്രിയും ഒരു മണിന്റെ ശേഷം ഞാൻ എൻ്റെ ഉമ്മാന്റെ ഖബർക്ക് പോയിട്ടുണ്ട്. അല്ലാഹുമ്മാക്കും നമ്മിൽ നിന്ന് മരിച്ചുപോലൊക്കെ ഖബർ അല്ലാഹു സ്വർഗ്ഗാക്കട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, രാത്രി പോയിക്കണോ? പേടിയാണ് നമുക്ക്. പള്ളിപ്പറമ്പിൽ പകൽ തന്നെ പള്ളിപ്പറമ്പ് ഒറ്റക്ക് പോകാൻ പേടിയാണ്. നമ്മൾ പറയാ ഇതൊന്ന് വരുമോ? എന്തിനാ? അല്ല എന്നാലും നമുക്കൊന്ന് ഒന്നിച്ചു പോവാ. പേടിയാണ്, ഖബർ എന്ന് കേൾക്കുമ്പോ പേടിയാണ്. പേടി വേണം. അപ്പോ രാത്രി സമയത്ത് ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന സമയം അല്ലാഹുവേ, ഖബറിന്റെ അകത്ത് നിന്നൊരു വിളിയാളം വരികയാണ്. ഖബറിന്റെ അകത്ത് നിന്നൊരു വിളിയാളം വരികയാണ്. ഒരു വിളിയാളം വരികയാണ്. എന്താണ് വിളിയെന്നറിയോ? മാ അന മൗദിഉ ഹസബിൻ വലാ നസബ്, മാ അന മൗദിഉ ഹസബിൻ വലാ നസബ്. ഖബർ പറയുകയാണ്, അത് വേണ്ട, ഇവിടെ കുടുംബ മഹിമ നോക്കൂല, ഇവിടെ തറവാടത്തം നോക്കൂല, അത് ആരുടെ മകളാണെന്ന് ഖബർ നോക്കൂല, ആരാണെന്ന് ഖബർ നോക്കൂല. ഇവിടെ മഹിമ നോക്കുന്ന പരിപാടിയില്ല, ഇവിടെ കുടുംബം നോക്കുന്ന പരിപാടിയില്ല, ഇവിടെ ആരാണെന്ന് നോക്കുന്ന സ്വഭാവം എനിക്കില്ല. ഖബർ തിരിച്ചു കൊടുത്ത മറുപടിയാണ്, റബ്ബേ ആരോടാണ് പറയുന്നത്? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ സ്വർഗ്ഗത്തിലെ രാജകുമാരിയാണെന്ന് മുത്തുനബി വഫാത്തിന്റെ മുമ്പ് സ്വർഗ്ഗത്തിന്റെ ടിക്കറ്റ് കൊടുത്ത മഹദിയായ ബീവി ഫാത്തിമ സഹ്റ റളിയല്ലാഹു അൻഹ മഹദി അവരുടെ ജനാസ മുന്നിൽ വെച്ചുകൊണ്ട് അല്ലാഹുവേ ഖബർ തിരിച്ചു പറയുകയാണ്, മാ അന മൗലി ഹസബിൻ വലാ നസബ്. ഇത് തറവാടിത്തത്തിന്റെ പേര് പറയാനുള്ള വീടല്ല, ഇത് മഹിമയുടെ മഹിമ പറഞ്ഞിട്ട് മുതലെടുക്കാൻ പറ്റൂല. പണക്കാരനാണോ, പാവപ്പെട്ടവനാണോ, പണ്ഡിതനാണോ, സാധാരണക്കാരനാണോ, ഹാജിയാരാണോ, ഹജ്ജുമ്മയാണോ, സാധാരണക്കാരനാണോ, ആരാണെന്ന് ഇവിടെ ഖബറിന്റെ അകത്ത് നോട്ടമില്ല. ഖബറിന്റെ അകത്ത് സ്ഥാനമാനങ്ങളെ പറഞ്ഞിട്ട് വില കൽപ്പിക്കാൻ പറ്റൂല. എന്നിട്ട് ഖബർ അവിടെ പറയുന്ന മറുപടി എന്താ? ഇന്നമാ അന മൗലിഉ അമലി സ്വാലിഹ്. ആ ഖബർ അവിടെ പറയുകയാണ്, ഇവിടെ നോക്കുന്ന ഒരേ ഒരു കാര്യം എന്താണ്? സ്വാലിഹായ അമലുണ്ടോ എന്നാണ്. ഇത് നിസ്കരിച്ച മയ്യത്താണോ? ഇത് നോമ്പെടുത്ത മയ്യത്താണോ? ഇത് ഖുർആൻ ഓതിയ മയ്യത്താണോ? ഇത് സദഖ ചെയ്ത മയ്യത്താണോ? ഇത് നന്മ ചെയ്ത മയ്യത്താണോ? ഇത് നന്മകൾ ജീവിതത്തിൽ ചെയ്ത മയ്യത്താണോ? പാവപ്പെട്ടവരെ കണ്ണീരപ്പിയ മയ്യത്താണോ? യതീമക്കളെ സംരക്ഷിച്ച മയ്യത്താണോ? അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് പോയുള്ള മയ്യത്തായിരുന്നോ? അല്ലാഹുവിന്റെ
അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് ജീവിച്ച ആണാണോ പെണ്ണാണോ? തെറ്റുകൾ ചെയ്തിട്ട് തെറ്റില്ലെന്ന് മനസ്സറിഞ്ഞ് തൗബ ചെയ്തിട്ട് പവിത്രമായ റമദാൻ വരുമ്പോ റമദാൻ നിലാവിനോട് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞ് മാപ്പ് ചോദിച്ച് തൗബ ചെയ്ത് പൊറുക്കലിനെ തേടിയ മയ്യത്താണോ റമദാൻ വന്നിട്ട് തറാവി നിസ്കരിച്ച മയ്യത്താണോ? റമദാൻ വന്നിട്ട് നിസ്കാരം നിലനിർത്തിയ മയ്യത്താണോ? തെറ്റുകുറ്റങ്ങളിൽ നിന്ന് തെറ്റാണെന്ന് അറിഞ്ഞിട്ട് മാറിയുന്ന മയ്യത്താണോ? റമദാൻ വന്നിട്ട് വ്യഭിചാരം ഒഴിവാക്കി ഇനി വ്യഭിചാരത്തിലേക്കില്ല, ഇനി സിനിമാ ലോകത്തേക്കില്ല, ഇനി സീരിയലിന്റെ ലോകത്തേക്കില്ല, ഇനി മദ്യത്തിന്റെ ലോകത്തേക്കില്ല, ഇനി കഞ്ചാവ് വലിക്കൂല, ഇനി ആൻസ് ഉപയോഗിക്കൂല, ഇനി ഉമ്മയോടെ പിണങ്ങൂല, പാപ്പയോടെ പിണങ്ങൂല, ഭാര്യയോടെ പിണങ്ങൂല, ഭർത്താവിനോട് പിണങ്ങൂല, അയൽവാസിയോടെ പിണങ്ങൂല, ഇനി പലിശ വാങ്ങൂല, ഇനി നിസ്കാരം ഒഴിവാക്കൂല, ഇനി ആരെയും കുറ്റം പറയൂല, കൊള്ളുവപ്പലില്ല, കൊള്ളരുതായ്മയില്ല, പറ്റിക്കലില്ല, പാരവക്കലില്ല. ഇനി ഒരു നല്ല ജീവിതത്തിനായിട്ട് ഞാൻ ഈ റമദാൻ ഉപയോഗപ്പെടുത്തുകയാ. ഇനി പീഡിക കൊലയില്ലെന്ന് ഒരാളെ കുറ്റം പറയാനോ, ഗീബത്ത് പറയാനോ, ഫസാദ് പറയാനോ, നമീമത്ത് പറയാനോ, ഇല്ലാത്ത കാര്യങ്ങളെ പറഞ്ഞ് മറ്റുള്ളവർക്കിടയിൽ പ്രചരിപ്പിക്കാനോ ഇല്ല, ഇനി ഞാനതിന് ഇല്ല എന്ന് പറഞ്ഞിട്ട് തൗബ ചെയ്യുന്നവനാരാ? ഇന്നമാ മൗലിഉ അമലി സ്വാലിഹ്, സ്വാലിഹായ ഇബാദത്ത് എടുത്തവനാരാ? അവനാണ് ഈ ഖബറിന്റെ അകത്ത് ഞാൻ വെളിച്ചം കൊടുക്കുന്നതെന്ന് ഖബർ വിളിച്ചു പറയുകയാണ്. ഫാത്തിമ ബീവിയുടെ ജനാസ ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന സമയത്ത് ഖബറാകുന്ന പച്ചമണ്ണ് വിളിച്ചു പറയുകയാണ്. ഇതൊരു സംഭവമാണ്. ഇത് എഴുതി വെക്കെല്ലാരും. ഖബർ വിളിച്ചു പറഞ്ഞത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ആരുടെ ജനാസ മുന്നിൽ വെച്ചിട്ടാ പ്രിയപ്പെട്ടവരെ പറഞ്ഞത്? ആരുടെ ജനാസ മുന്നിൽ വെച്ചിട്ടാ പറഞ്ഞത്? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. ആരാണ് മഹദി അവറുകളെ? ആരാണ് മഹദി അവറുകൾ? ഉടനെ തന്നെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പാടി, അറാഇലു ദുനിയാ അലയ്യാ കസീറതോ വസാഹിബുഹാ ഹത്തൽ മമാതി അലീലോ ലികുല്ലി ജിത്മാഇൻ മിൻ ഖലീലൈനി ഫറഖതോ وكل الذي دون الفراق قليل وإن افتقادي فاطمة بعد أحمدي دليل على أن لا يدوم خليل. നബിയുടെ വഫാത്തിന് ശേഷം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വഫാത്ത് ഒരാളും എനിക്ക് സ്ഥിരമായി കൂട്ടുണ്ടാവൂല എന്നെനിക്ക് മനസ്സിലായി. അലി തങ്ങളെ പറയുകയാണ്, എത്ര വലിയ സ്നേഹിതന്മാരാണെങ്കിലും, എത്ര വലിയ സ്നേഹത്തിൽ കഴിഞ്ഞ ഭാര്യ ഭർത്താവാണെങ്കിലും ഖബറിലേക്ക് ഇറക്കി വെക്കലോടുകൂടെ മരണത്തോടുകൂടെ പിരിയണേ എന്ന മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പാടുകയാണ്. മരണം അത് വല്ലാത്തൊരു സംഭവമാണ്. അതോടുകൂടെ ദുന്യാവിൽ നിന്നുള്ള ബന്ധമങ്ങ് മുറിഞ്ഞു പോവുകയാണ്. പിന്നെ പരലോകത്താണ്. പിന്നെ നമ്മുടെ പെണ്ണിന് അല്ലാഹു തരുന്നത് പരലോകത്ത് വെച്ചിട്ടാണ്. പിന്നെ നമ്മുടെ ഭർത്താവിന് അല്ലാഹു തരുന്നത് പരലോകത്ത് വെച്ചിട്ടാണ്. ആ പരലോകത്തിൽ നിന്ന് പെണ്ണിനെയും ഭർത്താവിനെയും ഭാര്യയെയും കിട്ടണമെങ്കിൽ അതിനനുസരിച്ച് ജീവിതം നയിക്കണേ പ്രിയപ്പെട്ട ഭാര്യ ഭർത്താക്കന്മാരെ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ജനാസ ഖബറിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കുകയാണ്. 11 നേരത്തെ ഖബറിലേക്ക് ഇറക്കി വെക്കുകയാണ്.
ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ജന്നത്തുൽ ബഖീലാണ് മഹദി അവറുകൾ അന്തിയുറങ്ങുന്നത്. കാണണം, പോവണം. റബ്ബ് നമുക്ക് തൗഫീക്ക് തരട്ടെ. മഹദിയോട് സലാം പറയാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നിങ്ങൾ ആമീൻ പറയും. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നിങ്ങൾ ആമീൻ പറയുങ്ങളെ. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അപ്പൊ ഈ ഒരു അവസ്ഥ നമുക്കൊക്കെ വരും. നമ്മളെ മയ്യത്ത് ഇങ്ങനെ ഖബറിന്റെ പുറത്ത് വെച്ചിട്ട് ഇങ്ങനെ വിളിച്ചു പറയാൻ ആളൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മളെ മയ്യത്ത് ഖബറിൽ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ, ആദ്യമായി മയ്യത്തിനെ ഖബറിൽ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഖബർ തരുന്ന ഒന്നാമത്തെ അനുഭവം എന്താ? ലഗ്തത്തുൽ ഖബറ. ഖബറിൽ കുറെ അനുഭവങ്ങൾ വരാനുണ്ട്. എഴുതി വെച്ചോളി, ഖബറിലെ അനുഭവങ്ങൾ. ഹെഡിങ് എഴുതി വെക്കുക. ഫാത്തിമയുടെ ചരിത്രം ഇവിടെ വഫാത്തോടുകൂടി ഇൻഷാ അല്ലാഹ് അത് അവസാനിപ്പിക്കാം. ഇനി ഹെഡിങ് എഴുതി വെക്കുക, ഖബറിലെ അനുഭവങ്ങൾ. അനുഭവിക്കാനുള്ളതാണ് നമ്മൾ എഴുതി വെക്കി. അപ്പൊ ഒന്നാമത്തെ അനുഭവം എന്താ? ഖബറിൽ വരുന്ന ഒന്നാമത്തെ അനുഭവം ലഗ്തത്തുൽ ഖബറാണ്. ഖബറിന്റെ രണ്ട് ചുമരുകൾ കണ്ടിട്ടുണ്ടോ? പെണ്ണുങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ആണുങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? കുഴിച്ചു വെച്ച ഖബറുണ്ടാവും. വെള്ളിയാഴ്ച ഉമ്മാനെ വാപ്പനെ സിയാർത്ത് ചെയ്യാൻ വേണ്ടി പോകുമ്പോ, പള്ളിപ്പറമ്പിൽ പോകുമ്പോ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് കാണാൻ കഴിയും പ്രിയപ്പെട്ടവരെ. എന്ത്? ഖബർ ഇങ്ങനെ കുഴിച്ചു വെച്ച കുറെ ഖബറുകള്, കുഴിച്ചു വെച്ച ഒരുപാട് ഖബറുകൾ കാണാൻ കഴിയും. കുഴിച്ചു വെച്ച കുറെ ഖബറുകൾ. അല്ലാഹുവേ, ഖബർ കുഴിക്കുന്ന കുറെ ആളുകളുണ്ട്. അല്ലാഹു ഓൽക്കും നമുക്കൊക്കെ അല്ലാഹു റാഹത്ത് നൽകട്ടെ. ഒരാൾക്ക് മാത്രം കിടക്കാനുള്ള സെയിം അളവാണ്. ഒരാൾക്ക് മാത്രം കിടക്കാൻ പറ്റും, രണ്ടാളുകൾക്ക് ഒരുമിച്ച് കിടക്കാൻ കഴിയില്ല. അത്രയുള്ള സ്പേസ് ഇല്ല, അത്രയുള്ള വീതി ഇല്ല. അത് നിങ്ങൾ ആലോചിച്ചോ. ഇപ്പൊ നിങ്ങളെ തടി നിങ്ങൾ ഇങ്ങനെ അളന്ന് നോക്കുക. നിങ്ങളെ തടി എത്ര ഉണ്ടാവും? ആ തടി പ്രിയപ്പെട്ടവരെ, ആ തടി ഇങ്ങനെ സെയിം ആയിട്ട് ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ ഇറക്കി വെക്കണം. കറക്റ്റ് ഇതേ പ്രകാരം കറക്റ്റ് ഇങ്ങനെ ഇറക്കി വെക്കണം. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റാൻ പറ്റൂല. കറക്റ്റ് ആയിരിക്കണം. അങ്ങനെ ഇങ്ങനെയൊന്നും പറ്റില്ല. അപ്പൊ അങ്ങനെ കിടക്കാനുള്ള ഒരു ഇടമാണ് ഖബർ. ഒന്ന് ചെരിഞ്ഞിരിക്കാനോ ചെരിഞ്ഞു കിടക്കാനോ ഒന്നിനും കൊള്ളൂല. ആ പുറത്തുള്ള വീതിയല്ലല്ലോ ഉള്ളിലുള്ളത്. ഉള്ളിലെത്തുമ്പോ പിന്നെ വീതി ചുരുങ്ങണം. ഉള്ളിലെത്തുമ്പോ ഖബറിന്റെ വീതി പിന്നെയും ചുരുങ്ങാണ്. പുറത്ത് കുറച്ച് വീതി ഉണ്ടാവും. പുറം ആദ്യം കാണുന്ന ഭാഗം കുറച്ച് വീതി ഉണ്ടാവും. അതെന്തിനാ? അത് നമുക്ക് ഇറങ്ങി നിൽക്കാനാണ്. പിന്നെ അതിന്റെ ഉള്ളിലാണ് ഇറക്കിയത്. അതിന്റെ ഉള്ളിലാണ് മയ്യത്തിനെ വെക്കുന്നത്. അതിന്റെ ഉള്ളില്. അപ്പൊ ആ മയ്യത്തിനെ മാത്രം വെക്കാനുള്ള അതേ സ്പേസ്, മയ്യത്തിനെ ഇങ്ങനെ ഇറക്കി ഇങ്ങനെ വെക്കാനുള്ള ഒരൊറ്റ സ്പേസ്. അതിന്റെ അപ്പുറം ഒന്നും ഉണ്ടാവില്ല. പുറത്ത് കുറച്ച് വീതി ഉണ്ടാവും. അതിങ്ങനെ അവിടെ ആളുകൾ ഇറങ്ങി നിൽക്കും. അങ്ങനെ മയ്യത്തിനെ ഇങ്ങനെ ഇറക്കി വെക്കും. പിന്നെ കറക്റ്റ് വെക്കും. അതാണ് നമ്മുടെ വീട്, ഖബർ. കെട്ടുകൾ മൂന്നും കെട്ടി കട്ടീനിൽ നിന്നെയുമറ്റി ഒരു ദീനമുണ്ടോരോ യാത്ര അവസാനമായൊരു യാത്ര. കെട്ടുകൾ മൂന്നും കെട്ടി കട്ടീനിൽ നിന്നെയുമറ്റി ഒരു ദീനമുണ്ടോരു യാത്ര അവസാനമായൊരു യാത്ര. കെട്ടുകൾ മൂന്നോ കെട്ടി കട്ടീനിൽ നിന്നെയുമേറ്റി ഒരു ദീനമുണ്ടോരു യാത്ര അവസാനമായൊരു യാത്ര. ആരാരും മില്ലാത്ത ഏകാന്തയാത്ര അവസാനമായി നമ്മൾ പോകുന്ന യാത്ര. ഒരു 3 വെള്ളത്തോണി കൊണ്ട് മാത്രം ഒന്നാകെ മൂടിയ സങ്കടയാത്ര. ആരാരുമില്ലാത്ത വീട് അല്ലാ ഖബറെന്ന മണ്ണാറക്കോട്. ആരാരുമില്ലാത്ത വീട് അല്ലാ ഖബറെന്ന മണ്ണാറക്കോട്. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ
ഏതൊരു മനുഷ്യനും കിടക്കേണ്ട ഖബറാകുന്ന മയ്യത്തെ, ഏതൊരു മനുഷ്യനും കിടക്കേണ്ട ആ ഖബറാകുന്ന വീട്ടിലേക്ക് നമ്മുടെ ജനാസയെ ഇറക്കം ചെയ്യുന്ന സമയത്ത് അല്ലാ 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 റബ്ബേ റബ്ബേ ഞങ്ങൾക്ക് കിടക്കാനുള്ള ഖബറിനെ സ്വർഗമാക്കി തരണേ അല്ലാ, സ്വർഗമാക്കി തരണേ അല്ലാ, സ്വർഗമാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, ഖബറിന്റെ അകത്ത് വരുന്ന രംഗങ്ങളുണ്ട്, ഖബറിന്റെ അകത്ത് മനുഷ്യൻ അനുഭവിക്കുന്ന രംഗങ്ങളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഒരാൾ ആദ്യമായി ഖബറിൽ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഖബറിലേക്ക് മയ്യത്തിനെ ഇറക്കി വെച്ച് ആളുകളെല്ലാവരും ആ മയ്യത്തിനെ രണ്ടുപേരെ ഖബറിന്റെ സമീപത്ത് ഇറങ്ങിയിട്ട് മയ്യത്തിനെ ഇങ്ങനെ ഇറക്കി വെക്കുകയാണ്. മധ്യഭാഗത്തെ അല്ലാഹുവേ ഒരു മുണ്ട് കെട്ടിയിട്ട്, മധ്യഭാഗത്ത് ഒരു മുണ്ട് കെട്ടിയിട്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ ഇറക്കി വെക്കും. കണ്ടിട്ടുണ്ടോ നിങ്ങളെ? മയ്യത്തിനെ ഇറക്കി വെക്കുന്ന രംഗം രണ്ട് ഭാഗത്തും ഇങ്ങനെ പിടിക്കും, എന്നിട്ട് മധ്യഭാഗത്ത് ഒരു മുണ്ട് കെട്ടും. എന്തിന്? എന്നിട്ട് പതുക്കെ ഇങ്ങനെ ഖബറിൽ ഇറക്കി വെക്കും. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വളയൂല. ആ മയ്യത്തിനെ ഇങ്ങനെ പതിയെ 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 ഇറക്കി വെക്കുകയാണ്. ഇറക്കി വെക്കുന്ന സമയത്ത് അഥവാ നിലത്തേക്ക് ഒരു മണ്ണ് വീണാൽ ആളുകൾ വിളിച്ചു പറയും, ആ മണ്ണ് കൂടിയെടുക്കോ. അങ്ങനെ ഖബറിൽ കിടക്കാനുള്ള ഭാഗത്ത് ഒരു മണ്ണ് പോലും ഒരു കല്ല് പോലും കൊഴിഞ്ഞു വീണിട്ടുണ്ടാകൂല. അത്രക്കും ഖബർ കുഴിക്കുന്ന ആളുകൾ അത് വൃത്തിയാക്കും. അങ്ങനെ പതുക്കെ പതുക്കെ മയ്യത്തിനെ ഇങ്ങനെ ഖബറിൽ ഇറക്കി വെക്കും. അവസാനം ഒരാളെ ഖബറിൽ ഇറങ്ങും. മയ്യത്തിനെ ഇറക്കി വെച്ചതിന് ശേഷം ഒരാളെ ഖബറിന്റെ രണ്ട് ഭാഗത്ത് ഉള്ളിൽ ഇറങ്ങാൻ കഴിയൂല. രണ്ട് ഭാഗത്ത് കാല് ചവിട്ടിയിട്ട് അകത്തേക്ക് കൈയിടുമെന്തിന്? ആ തലയുടെ ഭാഗത്തെ കഫംപൊടിയുടെ കെട്ടഴിക്കാൻ. തലയുടെ ഭാഗത്ത് കഫം ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഒരു കെട്ടുണ്ടല്ലോ, ആ കെട്ടഴിച്ചിട്ട് ഖബറിന്റെ ആ മയ്യത്തിന്റെ മുഖം കിബിലയിലേക്ക് ഇങ്ങനെ ചേർത്തി വെക്കും. മയ്യത്തിന്റെ മുഖം ഇങ്ങനെ ചേർത്തി വെക്കും. എന്റെ പാവപ്പെട്ട ഉമ്മ മരണപ്പെട്ടതിന് ശേഷം ഉമ്മാന്റെ ഖബറിലേക്ക് ഉമ്മാന്റെ മയ്യത്ത് ഇറക്കിയതിന് ശേഷം എന്റെ ഉമ്മ കിടക്കുന്ന ഖബറിൽ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. എന്റെ പുന്നാര ഉമ്മാനെ അവസാനമായി ഖബറിൽ ഇറക്കി വച്ചിട്ടേ ഉമ്മാന്റെ തലയുടെ ഭാഗത്തെ കഫംപുടയുടെ കെട്ടി എന്റെ ഈ കൈകളെ കൊണ്ടാണ് ഞാൻ അഴിച്ചത്. ആ കെട്ടഴിച്ചുകൊണ്ട് റബ്ബേ റബ്ബേ ഉമ്മാന്റെ മുഖം അവസാനമായി മണ്ണിനോട് ചേർത്ത് വെച്ചത് ഈ കൈകളെ കൊണ്ടാണ്. റബ്ബേ, ഞങ്ങളെ ഉമ്മാക്ക് നീ സ്വർഗം കൊടുക്കുക അല്ലാ, ഞങ്ങളെ ഉമ്മാക്ക് നീ സ്വർഗം കൊടുക്കുക അല്ലാ, ഞങ്ങളെ ഉമ്മാക്ക് നീ സ്വർഗം കൊടുക്കുക അല്ലാ. ജീവിച്ചിരിക്കുന്ന ബാപ്പാക്കും ഭാര്യക്കും ഭാര്യയുടെ മാതാപിതാക്കൾക്കും കുടുംബങ്ങൾക്കും ഞങ്ങളെ കുടുംബങ്ങൾക്കും നീ ആഫിയത്ത് നൽക റബ്ബേ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ മുഴുവൻ മാതാപിതാക്കൾക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽക റബ്ബേ. മരണപ്പെട്ടു പോയവരെ ഖബറുകളിൽ സ്വർഗ്ഗ പൂന്തോപ്പാക്ക് അല്ലാ. ഞങ്ങളെ പുന്നാര ഉമ്മ ഇന്ന് ഞങ്ങളെ കൂടെ ഇല്ലല്ലോ റബ്ബേ. ആറിന് മണ്ണാകുന്ന ഖബറിന്റെ അകത്ത് അറിവിന്നിലാവിന്റെ എത്രയോ ഉമ്മമാരെ ഉമ്മയെ കുറിച്ച് പറയുമ്പോ ടിവിയുടെയും മൊബൈലിന്റെയും ലാപ്ടോപ്പിന്റെയും മുന്നിലിരുന്ന് റമളാൻ നിലാവ് കേൾക്കുന്ന പല ഉമ്മമാരെ കണ്ണീരൊഴിക്കാറുണ്ട്. ഉസ്താദ് ഉമ്മാനെ കുറിച്ച് പറയുമ്പോ ഞാൻ കരയാത്ത ദിവസങ്ങളില്ല എന്ന് പറയുന്ന ഉമ്മ ബാപ്പമാരുണ്ട്. പലരും ഇന്ന് മരിച്ചുപോയി അല്ലാ. ഞങ്ങളെ റമളാൻ നിലാവ് കഴിഞ്ഞ വർഷം കേട്ടിരുന്ന ഉമ്മമാര് പലരും ഖബറിലാ, ബാപ്പമാര് പലരും ഖബറിലാ. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഞങ്ങളെ മജ്‌ലിസ് കേട്ടിരുന്ന പലരും ഇന്ന് ഖബറിലാണ് റബ്ബേ, ഖബറിലാണ് റബ്ബേ. ഓലെ ഖബറെല്ലാം സ്വർഗ്ഗപ്പൂന്തോപ്പാക്കണം അല്ലാ. വിശാലമാക്കി കൊടുക്കണേ അല്ലാ. ആ ഖബറിലേക്ക് സ്വർഗ്ഗത്തിന്റെ കവാടം തുറന്നു
കൊടുക്കണേ അല്ലാ. ഉമ്മാന്റെ മയ്യത്തിന്റെ എന്റെ ഉമ്മാന്റെ മുഖം അവസാനമായി മണ്ണിനോട് ചേർത്തി വെച്ചത് ഞാനാണ്. അങ്ങനെ ഓരോ മയ്യത്തിനെയും നമ്മൾ ചെയ്യും. എന്നിട്ടോ ഖബറിന്റെ പുറത്തുള്ള ആളുടെ കൈ പിടിച്ച് നമ്മൾ പുറത്തേക്ക് വരും. ഓരോ കുരുടീസന്റെ കല്ലെടുക്കും. കണ്ടിട്ടില്ലേ നിങ്ങളെ? കുരുടീസന്റെ കല്ല് കണ്ടിട്ടുണ്ടല്ലോ? വെട്ടല്ലല്ല, കുരുടീസന്റെ കല്ല് കുറച്ച് വീതി ഉണ്ടാകും. ആ കല്ലെടുത്തിട്ട് ഇങ്ങനെ ഒന്നാമത്തെ കല്ലെടുത്ത് ഖബറിന്റെ മുകളിൽ വെക്കും. മയ്യത്തിന്റെ മുകളിൽ, മയ്യത്തിന്റെ ശരീരത്തിൽ തട്ടൂല. മയ്യത്ത് ഉള്ളിലാണ്, മയ്യത്ത് അടിയിലാണ്, അടിഭാഗത്താണ് മയ്യത്തുള്ളത്. ആ മയ്യത്തിന്റെ അടിഭാഗത്തിന് മുകളിൽ ഒരു കുരുടീസ് കല്ല് കൊണ്ടെന്ന് വെക്കും. രണ്ടാമത്തെ കല്ലെടുക്കും. എന്നിട്ടോ രണ്ടാമത്തെ കല്ല് ചേർത്തി വെക്കും. മൂന്നാമത്തൊരു കല്ലെടുക്കും. എന്നിട്ട് അതും ചേർത്തി വെക്കും. ഇങ്ങനെ ഓരോ കുരുടീസിന്റെ കല്ല് 3, 4, 5, 6 കല്ലുകൾ കൊണ്ടുവന്ന് മയ്യത്തിന്റെ ആ മയ്യത്തിനെങ്ങനെ അടക്കം ചെയ്യുകയാണ്, മൂടുകയാണ്. ഇതൊന്നും വെറുതെ കഥ പറയുകയല്ല, നമ്മൾ ഓരോരുത്തർക്കും അനുഭവിക്കാനുള്ള അനുഭവങ്ങളാണ്. ഫാത്തിമ ബീവിയുടെ ചരിത്രം പറയുമ്പോ നമുക്കെല്ലാവർക്കും വരാനുള്ള അനുഭവങ്ങളാണ്. ഓരോ കല്ലിങ്ങനെ വെക്കും. അപ്പോത്തിന് ഇവിടുന്ന് തുടങ്ങും അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദസ്വാൽ. ഖബറിന്റെ സമീപത്തുള്ള ആളുകൾ ഇങ്ങനെ പറയും അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദസ്വാൽ. ഖബറിൽ കിടക്കുന്ന ആണാണെങ്കിൽ അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദസ്വാൽ എന്ന് പറയും. ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്നത് പെണ്ണാണെങ്കിൽ അല്ലാഹുമ്മ സബ്ബിത്ഹാ ഇൻദസ്വാൽ വഅംഹിൽഹൽ ജവാബ് വജാഫിൽ ഖബറ അൻ ജംബൈ. എന്നിങ്ങനെ ആളുകൾ ഇങ്ങനെ ദുആരിക്കും. എന്താണ് ഇതിന്റെ അർത്ഥം? റബ്ബേ, ഞങ്ങളെ ഉമ്മ പോയി, ഞങ്ങളെ ബാപ്പ പോയി, ഞങ്ങളെ ഭാര്യ പോയി, ഞങ്ങളെ ഭർത്താവ് പോയി, ഞങ്ങളെ കൂട്ടുകാരൻ പോയി, കൂട്ടുകാരി പോയി. റബ്ബേ, ഇന്നലെ വരെ ഞങ്ങളെ കൂടെ തോളത്ത് കൈയിട്ട് നടന്നവനാണ്, ഇന്നലെ വരെ തോളത്ത് കൈയിട്ട് നടന്നവനാണ്. ഈ പാവപ്പെട്ടവൻ പത്തപ്പിരിയത്ത് ജോലി ചെയ്ത സമയത്ത് എന്നെ വല്ലാതെ സ്നേഹിച്ചവനായിരുന്ന പ്രിയപ്പെട്ട നടുക്കണ്ടി അബുകാക്ക ഖബറിലാണെന്ന് സ്വർഗം കൊടുക്കട്ടെ. തിരുവനന്തപുരത്തുള്ളൊരു കാതർക്കയുണ്ടായിരുന്നു. ഞാൻ പത്തപ്പിരിയത്ത് ജോലി ചെയ്തപ്പോ തിരുവനന്തപുരത്തുള്ള കാതർക്കയുണ്ടായിരുന്ന പത്തപ്പിരിയത്ത് എന്നെ വല്ലാതെ ഇഷ്ടമാണ്. ഒഴിവുള്ള സമയത്തൊക്കെ എന്റെ അടുക്കൽ റൂമിലേക്ക് വരും, സ്നേഹത്തിന്റെ വാക്കുകൾ പറഞ്ഞു തരും. അല്ലാഹുവേ, അന്ന് കാതർക്ക മരിക്കുന്നതിന്റെ അന്നത്തെ ദിവസം പോലും ഇശാ നിസ്കാരം കഴിഞ്ഞ് ഹദ്ദാദ് റാത്തീബ് കഴിഞ്ഞ് എപ്പോഴും സന്തോഷത്തിന്റെ വാക്ക് പറഞ്ഞിട്ടാണ് കാതർക്ക പോയത്. ഭക്ഷണം കഴിച്ച് വന്നപ്പോഴാണ് ഉസ്താദേ കാതർക്ക മരണപ്പെട്ടോ എന്ന് പ്രിയപ്പെട്ട കുഞ്ഞിപ്പാക്ക പറഞ്ഞത്. അത് കേട്ട സമയത്ത് വല്ലാത്ത സങ്കടമായി. കാതർക്കാന്റെ ഖബർ സ്വർഗമാക്കുക. തിരുവനന്തപുരത്താണ് പ്രിയപ്പെട്ടവരെ ഖബറടക്കിയത്. റബ്ബേ, നീ സ്വർഗം കൊടുക്കണേ അല്ലാ, നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ പ്രിയപ്പെട്ടവരെ. ഇന്നലെ കണ്ടവരിന്ന് മയ്യത്താവുകയാണ്. ഇന്നലെ വരെ തോളത്ത് കൈയിട്ട് നടന്ന കൂട്ടുകാര്, ഇന്നലെ വരെ വാഹനത്തിൽ ഒരുമിച്ച് യാത്ര ചെയ്തവരെ, ഇന്നലെ വരെ ഭക്ഷണം കഴിക്കാൻ തീൻമേശയിൽ ഒരുമിച്ചുണ്ടായിരുന്നവരെ ഇന്ന് ഖബറിലാണ്, ഖബറിലാണ്, ഖബറിലാണ്. എന്നിട്ട് ആളുകൾ ഇങ്ങനെ വിളിച്ചു പറയുകയാണ് അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദസ്വാൽ. ഈ ഖബറിൽ കിടക്കുന്ന മയ്യത്തിനെ അല്ലാ ഖബറിൽ ചോദ്യം ചെയ്യുമ്പോ ഉത്തരം പറയാന് ഭാഗ്യം കൊടുക്കുക അല്ലാ, ഭാഗ്യം കൊടുക്കുക അല്ലാ, ഭാഗ്യം കൊടുക്കണേ തമ്പുരാനെ. എന്നിട്ട് അവസാനത്തെ കല്ല് വെക്കും. അവസാനത്തെ ഒരു കല്ല്, ആ കല്ലും കൂടി വെക്കും. ആ കല്ലുകൂടി വെക്കുമ്പോഴാണ് പൂർണ്ണമായിട്ട് അങ്ങോട്ട് അടയും. പൂർണ്ണമായിട്ട്. അതുവരെ കുറച്ച് വെളിച്ചം ഖബറിന്റെ ഉള്ളിൽ ഉണ്ടാവും. അവസാനത്തെ കല്ലോട് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഒരു ഇട ഉണ്ടാവില്ല. അഥവാ ഒരു ഇട ഉണ്ടെങ്കിൽ അവിടുന്ന് വിളിച്ചു പറയും അതാ അവിടെ ഒരു ഇട ഉണ്ട്, അത് അടക്കിന്ന് പറയും. അത് മണ്ണ് വെച്ചിട്ടോ അല്ലെങ്കിൽ കല്ല് വെച്ചിട്ടോ അടക്കും. അത് വിടൂല, അത് വിടൂല. എവിടെങ്കിലും ഒരു ഇട ഉണ്ടെങ്കിൽ, എവിടെങ്കിലും. ഇതൊക്കെ നിങ്ങൾ കണ്ടതാണ്. ആണുങ്ങൾക്ക് ഇതൊക്കെ കാണാൻ കഴിയും. സഹോദരിമാരെ, ഉസ്താദുകളെ പറഞ്ഞ് പേടിപ്പിക്കില്ല, അങ്ങനെ കരുതരുത്. ഇതൊക്കെ നമുക്ക് വരാനുള്ള ഒരു അവസ്ഥയാണ്. നമ്മൾ നന്നാവാൻ വേണ്ടി നോക്കാം, നന്നാവാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയണത്, അല്ലാതെ ഒരാളെ കുറ്റപ്പെടുത്തിയിട്ടോ അല്ല. ഇതും പറഞ്ഞിട്ട് തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സ് സമ്മതിക്കണം. ഇത്രയൊക്കെ പറഞ്ഞു തന്നിട്ടും നിങ്ങൾ സലാം പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളെ മനസ്സ് സമ്മതിച്ചു.
ഇത്രയൊക്കെ പറഞ്ഞിട്ടും സലാം പറഞ്ഞിട്ടും മടക്കാത്ത മനസ്സുണ്ടെങ്കിൽ ഞാൻ സമ്മതിച്ചുള്ള മനസ്സ്. ഇതൊക്കെ നമുക്ക് വരാനുള്ള അനുഭവങ്ങളാണ്. ഇതൊക്കെ വരാനുള്ള അനുഭവങ്ങളാണ്. ഒന്നേ എനിക്ക് പറയാനുള്ളൂ, പിണങ്ങിക്കഴിയരുത്. മിണ്ടണം. ആരും കുറ്റം പറഞ്ഞു നടക്കരുത്. ഇബാദത്ത് അല്ലെങ്കിൽ കുറവാണ് നമുക്ക്, സൽക്കർമ്മങ്ങൾ വളരെ കുറവാണ്. അപ്പോ നിങ്ങൾ ആലോചിച്ചോക്കിയേ, ഞാൻ ചുരുക്കാണ്, കാരണം നല്ല ഇടി പൊട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് കൂടുതൽ പറയുന്നില്ല, ഈ ഭാഗം മാത്രം പറഞ്ഞിട്ട് നിർത്തുകയാണ്. എവിടെത്തി? അപ്പോ ഒരു എട ഉണ്ടെങ്കിൽ ആ എട കൂടി അടക്കാണ്. ഒരു എട ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു എടയിൽ കൂടെ വെളിച്ചിറങ്ങണമെങ്കിൽ ആ എട കൂടി അടക്കാണ്. ആളുകൾ പറഞ്ഞിട്ട് അതുകൂടി അടക്കാണ്. അതുകൂടി അടച്ചു കഴിഞ്ഞാൽ പിന്നെ സൂര്യപ്രകാശം ഖബറിലില്ല, പിന്നെ അതോടുകൂടെ അടച്ചു. പിന്നെ ആ മയ്യത്ത് അതിൻ്റെ ഉള്ളിലായി, പിന്നെ മയ്യത്തിന്റെ ലോകായി. പിന്നെന്തെയും ആളുകൾ വരും. ആളുകൾ വന്നിട്ട് ഒരു പിടി മണ്ണിങ്ങനെ വാരിയെടുക്കും. മിൻഹാ ഖലഖനാകും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 3 പിടി മണ്ണ് വാരിയിട്ട് ആ ഖബറിന്റെ മുകളിൽ ഇങ്ങനെ എറിയാണ്. ഓരോരുത്തർ വന്നിട്ട് ആരും മാറി നിൽക്കൂല. എന്റെ കൈമ മണ്ണാവും വിചാരിച്ചിട്ട് ആരും മാറിക്കൂല. മാറിക്കണോൾക്ക് മാറിക്ക, അത്രേ ഉള്ളൂ. മാറിക്കണോൾക്ക് മാറിക്ക. കാരണം നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മളെ ശരീരത്തിലും മറിയാൻ ആള് വേണ്ടേ? മക്കളുണ്ടാവും, മറ്റവരുണ്ടാവും. കയ്യിൽ ചളിയാൻ കരുതിയിട്ട് മാറിക്കരുത്. ഒരു 3 പിടി മണ്ണ് അല്ലാഹ് ആ മയ്യത്തിന്റെ മുകളിൽ ഇങ്ങനെ ഇടും. എന്നിട്ടോ എല്ലാരും ഇട്ട് കഴിഞ്ഞാല് പിന്നെ ഖബർ കുഴിക്കുന്ന ആളുകൾ കൈക്കോട്ടുമായി വന്ന്, കൈക്കോട്ട് എന്നല്ല നിങ്ങളുടെ നാട്ടിൽ വരാം, കൈക്കോട്ട് അല്ലേ? കൈക്കോട്ട് പിക്കാസ് അല്ല, കൈക്കോട്ട് പിക്കാസ് കുഴിക്കാൻ വേണ്ടിയിട്ട് മണ്ണ് മാന്തി എന്നൊക്കെ പറയും, എന്താണെങ്കിലും. അതുകൊണ്ട് ഇങ്ങനെ ചുരണ്ടിയിട്ട് ഖബറിലേക്ക് ഇങ്ങനെ ഇടും. പിന്നെ അവിടെയുള്ള മണ്ണ് മുഴുവനും ഖബറിലേക്ക് ഇടാണ്. എന്നിട്ടോ ഖബർ ഇങ്ങനെ ഒരു മുയ പോലെ ഇങ്ങനെ ഒരു ഉയർന്നു നിൽക്കുന്നത് പോലെ, കുറച്ച് ഉയർന്നു നിൽക്കുന്നത് പോലെ മണ്ണ് വാരിയിടുകയാണ്. അപ്പോഴെല്ലാം ഇവിടെ ആളുകൾ ഇങ്ങനെ വിളിച്ചു പറയുന്നൊരു വിളിയാളമുണ്ട്, അല്ലാഹുമ്മ സബ്ബിത്തു ഇൻദ സുആൽ. ആളുകൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ മയ്യത്തിന്റെ ഖബറിന്റെ മുകളിൽ മണ്ണിട്ട് കഴിഞ്ഞാൽ ഒരു ചെടി കൊണ്ടുവരും. ആ ചെടി കൊണ്ടുവന്നിട്ട് മയ്യത്തിന്റെ ആദ്യ ഭാഗത്തെ, തലയുടെ ഭാഗത്തെ, മയ്യത്തിന്റെ തല ഏത് ഭാഗത്താണോ തലയുടെ ഭാഗത്തെ ഒരു ചെടി നമ്മൾ നടുകയാണ്. ഒരു ചെടി നടും. അത് സുന്നത്താണ്. കാരണം ആ ചെടി പച്ച പിടിക്കുന്ന സമയത്തൊക്കെ ആ ചെടി ഇങ്ങനെ ദിക്റ് ചൊല്ലുമെന്നാണ് പുന്നാര ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, പല ആളുകളും അങ്ങനെ ചെയ്യാറില്ല. നമ്മളത് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. ഇൻഷാ അല്ലാഹ് അത് വിശദീകരിച്ച് പറയേണ്ടതാണ്. നാളെ ഇവിടുന്ന് അങ്ങോട്ട് പറയാം.